സൺഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഗ്രേസിനെയും കൊണ്ട് അഷ്ടമിച്ചിറയിലേക്ക് വന്നേക്കാണ് കേട്ടാ. ബിസ്ബി ഗ്രാൻഡിലേക്ക് എത്തിയേക്കാണ്. അവൾക്ക് ഷൂ വേണമായിരുന്നു, അപ്പം അതിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പം ഞങ്ങൾ നോക്കി എൻ്റെ സൈസൊക്കെ ചേച്ചി എടുക്കാൻ വേണ്ടി പോയേക്കാണ്, അവൾക്ക് പറ്റിയത് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പം ആ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്ത് എന്താണുള്ളത് എന്നൊക്കെ നമ്മളങ്ങനെ ചെക്ക് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ നോക്കാൻ നടക്കുകയാണ് കേട്ടാ. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടാവണേൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് ഓൾറെഡി വയ്യായ്ക ഉണ്ട്, എന്നാലും തീരെ എണീക്കാൻ പറ്റാത്ത ആ ഒരു ക്ഷീണമൊക്കെ പറഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പം ഞാൻ സ്കൂളിലേക്ക് ഇന്ന് ലഞ്ചിന് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി കടല ഇന്നലെ തന്നെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അത് ഈ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ ആണെങ്കിൽ നല്ല മഴയുമായിരുന്നു. അപ്പം അങ്ങനെ കടലയിലേക്ക് സവോളയും പിന്നെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത്രയും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് വെന്ത് റെഡിയാകുമ്പോഴേക്കും വേഗം അതിലേക്കുള്ള മസാലകളും റെഡിയാക്കി എടുക്കുകയാണേ. സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇത്ര ഇട്ടിട്ട് കടലയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴേക്കും സംഭവം റെഡിയാവും. പിന്നെ സ്നാക്സ് ബോക്സിലേക്ക് ഞാൻ തണ്ണിമത്തൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അഷ്ടമിച്ചിറ പോയിപ്പോൾ. പക്ഷെ പുറമേ കാണുന്ന ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അകത്ത്, അതായത് പഴുക്കാത്ത പോലത്തെ നല്ല വെളുത്തിരിക്കുകയായിരുന്നു തണ്ണിമത്തൻ. അപ്പം അതുകൊണ്ട് മധുരം ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം മാനസികമായി ചീത്തി നമുക്ക് മേടിച്ച് നഷ്ടമായി പോയല്ലോ എന്നുള്ളൊരു തോന്നലും വന്നായിരുന്നു. പിന്നെന്താ, സ്റ്റീവൻ ഗ്രേസൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്, അവർ റെഡിയാക്കി, അവരിനി ഫുഡ് കഴിക്കുകയാണ് അകത്തിരുന്ന്. ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം പപ്പടം വറുക്കാണ്, സ്കൂളിലേക്കും പപ്പടം കൊടുത്തയക്കണം. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എണീക്കാൻ പറ്റാത്തൊരു ക്ഷീണത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഓൾറെഡി റീലിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തീരെ അവശതയായിരുന്നു അത്. ആ ഒരു അവസ്ഥയിലേക്ക് അമ്മ എത്താൻ പോണേക്കാൾ മുമ്പുള്ള ദിവസമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വേഗം ഇനിയിപ്പോൾ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഗ്രേസ് പോയി കഴിയുമ്പോൾ സ്റ്റീവിനെ കൊണ്ടാക്കണം. ഗ്രേസിന് എല്ലാ ദിവസവും ചോറ് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കത്തയക്കുന്നത് ഇഷ്ടമില്ല. സ്റ്റീവിന് പക്ഷേ ഉച്ചയ്ക്ക് എന്തായാലും ചോറ് വേണം. അവൾക്ക് പിന്നെ ചോറ് വേണമെന്നൊന്നുമില്ല, എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക്. പക്ഷെ അവനങ്ങനെ ചോറില്ലെങ്കിൽ എനിക്ക് ചോറ് മതിയിട്ടാ ലഞ്ചിന് എന്നൊക്കെ പറഞ്ഞു പോവും. പിന്നെ പപ്പടം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പപ്പടം വറുത്തപ്പോൾ എല്ലാവർക്കും കൂട്ടി അങ്ങനെ ഒരുമിച്ച് വറുത്തെടുത്ത് വെച്ചു. അപ്പം ഇനി ഉച്ചയ്ക്കത്തേക്ക് നമ്മളിനി പപ്പടം വേറെ വറുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പം ഇനി സ്റ്റീവിനൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം ഒന്ന് നമ്മുടെ വീട്ടിലേക്കൊന്ന് പോകണം. അവിടെ ഇന്ന് നല്ല വെയിൽ കാണുന്ന ദിവസമല്ലേ, അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സ്നാക്സ് ബോക്സിലേക്ക് വേണ്ടി മുട്ടയും ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോഴിമുട്ടനെ പൊട്ടിച്ച് ഒഴിച്ചു. അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ടിരുന്നത്. എനിക്ക് ഉപ്പിടുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതിലേക്ക് പാലൊന്നും ഒഴിക്കണില്ല, ജസ്റ്റ് പഞ്ചസാര മാത്രം ഒഴിച്ചിട്ട് കോഴിമുട്ട മിക്സ് ചെയ്യുക. പിന്നെ പാനിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ബോക്സും അങ്ങനെ റെഡിയാവും. പിന്നെ അവന് രണ്ടുപേരും സ്റ്റീവ് ഗ്രേസിൻ്റെ കൂടെ എഴുന്നേറ്റോളും. ചില ദിവസങ്ങളിൽ മാത്രമേ അവൻ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ അത് കാരണം രണ്ടുപേരെ ഒരുമിച്ച് ഫുഡ് കഴിക്കലും എല്ലാവരും പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഞാൻ 2 വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കും. അപ്പോൾ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ എന്നും നിങ്ങളെ വയ്യാന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. പിന്നെ എപ്പോഴും വീഡിയോ എടുക്കാനും പറ്റുന്ന ഒരു കണ്ടീഷനും നമുക്ക് മാനസികാവസ്ഥകളൊക്കെ റെഡി ആവേണ്ടത്, അതായത് അമ്മയ്ക്കും കൂടി വയ്യാണ്ടാവുമ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് കുറവിടണത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് വീഡിയോ ഇടണമെന്ന്, എന്നാലും മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ, ഷോർട്ട് വീഡിയോസായിട്ട്. അപ്പോൾ ലോങ് വീഡിയോ കാണുന്നില്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്ന് നോക്കിക്കോളൂ.
അപ്പോൾ ഇനി വേഗം അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റീവനെയും ഗ്രേസിനൊക്കെ പറഞ്ഞയച്ചു. അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ഇവിടെ എത്തിയേക്കാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് പണികളുണ്ട്, അതൊന്ന് തീർക്കണം. പുല്ല് ഓൾറെഡി നമ്മൾ ബാക്ക് സൈഡിൽ പുല്ല് വെച്ചായിരുന്നതാണ്, എന്നാലും നല്ല രീതിയിൽ പുല്ല് ഇങ്ങനെ ഇടയിൽ നിന്ന് പുല്ല് ചാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും നടക്കണമൊന്നുമില്ലല്ലോ, അപ്പോൾ വിചാരിച്ചു തന്നെയാണ് കുറച്ച് പച്ചക്കറികളൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് വിരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ പേരയ്ക്ക കിട്ടി നമ്മുടെ പറമ്പിൽ നിന്ന്, അതൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ടായിരുന്നു പോയായിരുന്നത്. പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അവിടെ പോയി വന്നപ്പോഴേക്കും നല്ല വിശപ്പായി. അപ്പോൾ വന്നിട്ട് ചോറും കടലക്കറിയും നാരങ്ങച്ചാറും അത് കൂട്ടി കഴിക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടലക്കറിയും ചോറും നാരങ്ങച്ചാറൊക്കെ കഴിച്ചപ്പോൾ പണ്ട് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ അമ്മ പാത്രത്തിൽ കറിയും ചോറൊക്കെ തരില്ലോ, അച്ചാറും കടലക്കറിയും ഇങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായ പോലെ തോന്നുന്നു. പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ടെങ്കിലും അങ്ങനെ ചോറും കടലക്കറിയും മാത്രമായിട്ട് കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് നാളുകളായി. നമ്മൾ എന്തെങ്കിലും ചപ്പാത്തിയോ അപ്പോ അങ്ങനത്തേലൊക്കെ കൂടുതൽ കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടി. അപ്പോൾ പപ്പടവും കടലക്കറിയും ചോറും കൂട്ടി ഇതേ കഴിക്കുകയാണ്. അമ്മയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം അമ്മേനെ ഇനിയൊന്ന് പുറത്തേക്ക് ഇറക്കി അമ്മേനെയൊക്കെ ഒന്ന് കുളിപ്പിക്കാം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ എന്ന് വിചാരിച്ചേക്കണേ. അങ്ങനെ ദേ അമ്മേനെ പുറത്തിറക്കി. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അമ്മ ഉഷാറാണ്, അത്ര എനർജി ഇല്ല, എന്നാലും അമ്മ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മ ക്ഷീണം കൂടിക്കൂടി തുടങ്ങി. പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും അമ്മ തീരെ അവശത പോലെയായി. പിന്നെ സി ചേച്ചി, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സുമാർ വരും, പിന്നെ സി ചേച്ചി ഉള്ള കാരണം സി ചേച്ചി രാവിലെ വരും, ഇഞ്ചക്ഷനൊക്കെ ഇടാനുള്ളത് ഇട്ടിട്ട് വൈകുന്നേരം ഇഞ്ചക്ഷൻ ഇട്ട് സി ചേച്ചി തിരിച്ചു പോകും. മക്കളുടെ അടുത്ത് വരുമ്പോൾ പ്രത്യേക സന്തോഷമാണ് അമ്മയ്ക്കിട്ടാ. അപ്പം അങ്ങനെ അമ്മ പെട്ടെന്നൊരു ക്ഷീണം, പെട്ടെന്നല്ല കുറച്ച് നാളുകളായിട്ട് ചെറിയ ക്ഷീണമുണ്ട്. പിന്നെ അത് പെട്ടെന്നൊരു ക്ഷീണത്തിലേക്ക് മാറി, എണീക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കണില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് എത്തി തുടങ്ങി. അങ്ങനെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു കേട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.